Hello, a very warm welcome. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെം BA-BSc കുട്ടികളുടെ 2020 യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 2 ടെക്സ്റ്റായിരുന്നു നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഈ സെമ്മിൽ, ഗദ്യതാര ആൻഡ് സക്കുബായി. എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡഡ് ആണ്, നിങ്ങൾ കണ്ടിരിക്കും. ഗദ്യതാരയുടെ നോട്ട്സും അപ്ലോഡഡ് ആണ്, പ്ലസ് 2 ടെക്സ്റ്റിൻ്റെയും 2019 യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. So now we are discussing 2020 question paper. Question paper പാറ്റേണിൽ അല്പം മാറ്റം വരുത്തിയിട്ടുണ്ട് യൂണിവേഴ്സിറ്റി. സോ വിൽ സി വാട്ട് ചേഞ്ചസ് യൂണിവേഴ്സിറ്റി ഹാസ് മെയ്ഡ്. അതർവൈസ് ആ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യേണ്ട പാറ്റേണിൽ ഒരു വ്യത്യാസവും ഇല്ല. എസ്സേ ടൈപ്പ് ഉണ്ട്, ഷോർട്ട് ആൻസർ ടൈപ്പ് ഉണ്ട്, വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ഉണ്ട്. ഉള്ളി ആ മാർക്സിന് അല്പം വ്യത്യാസം വന്നിട്ടുണ്ട്. അത് നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ, കോഴ്സ് കോഡ് HIN 1A0701, കോഴ്സ് ടൈറ്റിൽ പ്രോസ് ആൻഡ് ഡ്രാമ, 2019 അഡ്മിഷൻസ് ആണ്. ഓക്കെ, ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ ഉടനെ ചെക്ക് ചെയ്യേണ്ടതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ മേക്ക് ഷുവർ ഇറ്റ്സ് യുവർ കൺസേൺ ക്വസ്റ്റ്യൻ പേപ്പർ ബിഫോർ യു സ്റ്റാർട്ട് റൈറ്റിംഗ് യുവർ എക്സാം. സോ ടൈം 2.5 മണിക്കൂറാണ്, മാക്സിമം മാർക്സ് 8. സെക്ഷൻ A, you have to attend at least 10 questions. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 3 മാർക്സ്. 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, വെരി ഷോർട്ട് ആൻസർ. ഇതിന് മുമ്പിലത്തെ വർഷത്തിൽ 2 മാർക്സ് ആയിരുന്നു ഈ വെരി ഷോർട്ട് ആൻസർ ടൈപ്പ്. സോ ദിസ് ടൈം ഇറ്റ് ഈസ് 3 മാർക്സ്. അതാണ് ഒരു ചേഞ്ച് അവർ വരുത്തിയിരിക്കുന്നത്. 10 ക്വസ്റ്റ്യൻസ്, 3 മാർക്സ് ഈച്ച്. ദാറ്റ് മീൻസ് ഇറ്റ് വിൽ ഫെച്ച് യു 30 മാർക്സ്. യു ക്യാൻ സ്കോർ 30 മാർക്സ് ഇഫ് യു റൈറ്റ് 10 കറക്റ്റ് ആൻസേഴ്സ്. ഒരു കാര്യം കൂടി അവർ സൂചിപ്പിക്കുന്നുണ്ട്, ഓൾ ക്വസ്റ്റ്യൻസ് ക്യാൻ ബി അറ്റൻഡഡ്. വേണമെങ്കിൽ നിങ്ങൾക്ക് 15 ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാം. ബട്ട് ദാറ്റ് ഡസൻ മീൻ ഇറ്റ് വിൽ ഫെച്ച് യു 45 മാർക്സ്. 15 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താലും 30 മാർക്കേ ടോട്ടൽ കിട്ടുള്ളൂ. ഒരു സീലിംഗ്, ഒരു ക്യാപ്പിംഗ് അവർ വെച്ചിട്ടുണ്ട്. ദാറ്റ് മീൻസ് 10 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തു. ചില ക്വസ്റ്റ്യൻസിനൊക്കെ 2 സെക്ഷൻ കാണും, 2 പാർട്ടായിട്ടായിരിക്കും. രചനാക്കാർ ആരാണ്, അതെന്ത് വിധയാണ്. അപ്പോൾ ചിലപ്പോൾ കുട്ടികൾക്ക് ഒരു പാർട്ട് അറിയാം, ഒന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെ വരികയാണെങ്കിൽ ഡോണ്ട് ടേക്ക് റിസ്ക്, യു അറ്റൻഡ് ഫ്യൂ മോർ ക്വസ്റ്റ്യൻസ്. That is 15 questions നിങ്ങൾ അറ്റൻഡ് ചെയ്യും. സോ ഇറ്റ് വിൽ ഫെച്ച് യു മോർ മാർക്സ് ടു ബി ഓൺ ദ സേഫർ സൈഡ്. അതല്ല 10 ക്വസ്റ്റ്യനും ഭംഗിയായിട്ട് അറിയുന്ന കുട്ടികൾ, ഭംഗിയായിട്ട് എഴുതുന്നവർ പിന്നെ വെറുതെ സമയം കളയേണ്ട കാര്യം ഇല്ല. സോ വിൽ മൂവ് സ്ട്രെയിറ്റ് ടു ദ ക്വസ്റ്റ്യൻ പേപ്പർ. ക്വസ്റ്റ്യൻ 1, ബാപ്പു यहाँ ना तो इज्जत है न रोटी, चमारों की नज़र में भी हम सिर्फ बलहार हैं. यह प्रसंग किस रचना का है, इसका रचनाकार कौन है. നോക്കൂ, 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ദ വേ യു ആൻസർ ഇറ്റ് അതല്പം ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഈ ഒരു ക്വസ്റ്റിനെ നിങ്ങൾക്ക് എങ്ങനെ വേണേൽ ആൻസർ ചെയ്യാം. യ പ്രസംഗ് കിസ് രചനാക്ക ഹെ എന്ന് ചോദിച്ചില്ലേ, അപ്പം നിങ്ങൾക്ക് വേണേൽ ജസ്റ്റ് ശവയാത്ര എന്ന് എഴുതാം, രചനാക്കാരൻ്റെ പേര് എഴുതാം, ഓം പ്രകാശ് വാൽമീകി. ബട്ട് 3 മാർക്ക് ക്വസ്റ്റ്യന് നിങ്ങൾ കുറച്ചുകൂടെ എഴുതണം. ലൈക്ക് ഹിന്ദി के प्रख्यात दलित लेखक ओम प्रकाश वाल्मीकि जी की रचना शव यात्रा से यह प्रसंग उद्धृत है. വേണേ ഒരു സ്റ്റെപ്പ് കൂടെ എഴുതാം, കല്ലൻ യെ കഹ രഹാ ഹെ. അവർ ചോദിച്ചിട്ടില്ല, ബട്ട് ടു ബി ഓൺ ദ സേഫർ സൈഡ്, കല്ലൻ अपने बापू से ये कह रहा है कि यहाँ न गाँव में न तो अब इज्जत है न रोटी है, क्योंकि चमारों की नज़र में हम सिर्फ बलहार हैं. सो 3 मार्क्स श्योर, एनी एग्जामिनर विल गिव यू. ओके, सो नेक्स्ट क्वेश्चन, नाखून क्यों बढ़ते हैं, निबंध का लेखक कौन है, लेखक के अनुसार नाखून किसका प्रतीक है. नाखून क्यों बढ़ते हैं हिंदी के प्रख्यात इतिहासकार आलोचक हजारी प्रसाद द्विवेदी जी की निबंध है, और लेखक के अनुसार नाखून मनुष्य में छिपी हुई पशुता का प्रतीक है. അല്ലേ, മനുഷ്യൻ്റെ ഉള്ളിലുള്ള മൃഗവാസന, ആനിമൽ ഇൻസ്റ്റിങ്ക്റ്റ്, അതിൻ്റെ പ്രതീകമായിട്ടാണ് നഖത്തിനെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ, उसका मुख इतना छोटा सा था कि उसमें शीशी का निप्पल समाता ही नहीं था. प्रस्तुत प्रसंग में किसके मुख का वर्णन किया गया है, यह प्रसंग किस रचना से उद्धृत है. उसका मुख इतना छोटा सा था. देखिए, यहाँ सोना हिरनी के मुख के बारे में कहा गया है कि वो इतना छोटा सा था कि उसमें शीशी का निप्पल समाता ही नहीं था. और यह प्रसंग किस रचना से उद्धृत है, यह हिंदी के विख्यात कवयित्री रेखा चित्रकार महादेवी वर्मा जी की रेखा चित्र सोना हिरने से उद्धृत है. साधु के अनुसार सदाचार का तावीज़ की क्या विशेषता है.
देखिए, साधु के अनुसार सदाचार की तावीज़ की क्या विशेषता है कि वो तावीज़ जो भी बांधेगा वो सदाचारी हो जाएगा। साधु ये भी दावा करता था कि कुत्ता भी सदाचारी हो जाता है, कुत्ता भी रोटी नहीं चुराता तावीज़ बांधने के बाद। ओके, 5th क्वेश्चन, नाखून क्यों बढ़ते हैं? निबंध के लेखक के अनुसार मनुष्य और पशु में मुख्य अंतर क्या है? നാഖൂൻ ക്യോ ബഡ്ത്തെ ഹെ കൂട്ടത്തിൽ അല്പം ടഫ് ചാപ്റ്ററാണ്, അതുകൊണ്ട് അത് നല്ലപോലെ വായിക്കണം. ഉസ്മേ ലേഖക് പറയുന്നുണ്ട് മനുഷ്യ ഓർ പശുമേ മുഖ്യ അന്തർ ക്യാ ക്യാ ഹെ എന്ന് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. മനുഷ്യ ഓർ പശുമേ സമാനതയുടെ കാര്യവും പറയുന്നുണ്ട്. എന്തൊക്കെയാണ് അദ്ദേഹം പറയുന്നത്? आहार, निद्रा आदि स्वभाव मनुष्य और पशु में दोनों समान है, लेकिन फिर भी मनुष्य पशु से कुछ बातों में भिन्न है. उसमें संयम है. संयम मीन्स सेल्फ कंट्रोल. उसमें दूसरे के सुख दुख के प्रति समवेदना है. മറ്റുള്ളവരുടെ സുഖവും ദുഃഖവും അറിഞ്ഞിട്ട് സിമ്പത്തൈസും എംപത്തൈസും ചെയ്യാനുള്ള കഴിവ് മനുഷ്യർക്ക് ഉണ്ട്. ഉസ്മേ ശ്രദ്ധ ഹെ, തപ് ഹെ, ത്യാഗ് ഹെ. ഇത്രയും കാര്യങ്ങൾ ആ എസ്സേയിൽ മനുഷ്യൻ്റെ പ്രത്യേകതകളായിട്ട് മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന മനുഷ്യനെ അദ്ദേഹം പറയുന്നുണ്ട്. ഒന്നുകൂടെ പറയാം, മനുഷ്യ और पशु में आहार और निद्रा की बात में तो समानता है, लेकिन वह पशु से कई बातों में भिन्न है. जैसे उसमें संयम है, दूसरों के सुख दुख के प्रति समवेदना है, श्रद्धा है, तप है, त्याग है. ओके. 6th क्वेश्चन, राजन के दिल्ली चले जाने पर हरी बिंदी की नायिका क्यों खुशी का अनुभव करती है? मृदुला गर्ग जी की कहानी हरी बिंदी से ली गई है ये. इसमें क्या कहा गया है कि नायिका जो है उसका पति राजन जब दिल्ली चला जाता है तो वो खुश हो जाती है. वो क्यों खुशी का अनुभव करती है? क्योंकि उसके अपने दाम्पत्य जीवन में उसे घुटन का एहसास होता था. वह उस दिन अपने हिसाब से अपनी छोटी छोटी खुशियों के अनुसार जीना चाहती थी. लाइक अपनी मर्जी से उठना, अपनी मर्जी से सजना संवरना, अपनी इच्छा के अनुसार घूमना, अपनी इच्छा के अनुसार पिक्चर देखना वगैरह वगैरह. ओके, इसलिए वो नायिका राजन के दिल्ली चले जाने पर खुश होती है. സുർജ കിസ് രചന കാ പാത്ര ഹെ, ഉസ്കി ബേട്ടി കാ ക്യാ നാം ഹെ? देखिए, ഇങ്ങനെ 2 പാർട്സ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും ഇപ്പോൾ കണ്ടിരിക്കുന്നത് ഈ സെക്ഷൻ എയിൽ. സുർജ കിസ് രചന കാ പാത്ര ഹെ? സുർജ दलित लेखक ओम प्रकाश वाल्मीकि जी की रचना शव यात्रा का पात्र है. वो एक बूढ़ा बलहार है. और उसकी बेटी का क्या नाम है? उसकी बेटी का नाम संतो है. वो खुद एक विधवा है. ओके. 8th क्वेश्चन, हुजूर वह हमें नहीं दिखेगा, सुना है वह बहुत बारीक होता है. यहाँ प्रस्तुत बारीक चीज़ क्या है? वक्ता क्यों उसे देख नहीं पाता? अब यहाँ वक्ता कौन है? दरबारी है. सदाचार का तावीज़ एന്ന കഥയിലെ उस राज्य के राजा के दरबारी ये कह रहे हैं कि हुजूर वह हमें नहीं दिखेगा. सुना है वह बहुत बारीक होता है. वह यहाँ क्या है? वह भ्रष्टाचार है. അഴിമതിയെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. രാജാവ് അവരോട് ചോദിക്കുകയുണ്ടായില്ലേ, നിങ്ങൾക്ക് എവിടെയെങ്കിലും അഴിമതി കാണാൻ പറ്റുന്നുണ്ടോ? എനിക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പം ദർബാരികൾ എന്താ പറയുന്നത്? ഹുസൂർ, രാജാവേ, ഞങ്ങൾക്ക് ഒട്ടുമേ കാണാൻ പറ്റത്തില്ല. ക്യോങ്കി വഹ ബഹുത് ബാരീക് है. तो यहाँ प्रस्तुत बारीक चीज़ क्या है? प्रस्तुत बारीक चीज़ भ्रष्टाचार है. 9th क्वेश्चन, बेकार यहाँ मकान पर पैसा लगा रहे हो, संतो हमारे संग रहेगी, बापू को समझाओ. यह प्रसंग किस रचना का है? इस रचना का रचनाकार कौन है? तो ये शव यात्रा കഹാനിയുടെ ഡയലോഗാണ്. ഇതിൽ ആര് പറയുന്ന? കല്ലൻ്റെ വൈഫ് സരോജ് പറയുന്നതാണ്. കാരണം കല്ലനും വൈഫിനും ഇവിടെ ഗ്രാമത്തിൽ വീട് വെക്കണമെന്നൊരു താല്പര്യവും ഇല്ലായിരുന്നു. അപ്പോൾ സരോജ് ഉപദേശിച്ചു കൊടുക്കുകയാണ്, ബേക്കാർ യഹാ മക്കാൻ പർ പൈസ ലഗാ രഹേ ഹോ, സന്തോ ഹമാരേ സംഗ് രഹേഗി, ബാപ്പു കോ സംജാവോ. അച്ഛൻ്റെ കാലശേഷം സന്തോ എന്താകും എന്നല്ലേ ചിന്ത അച്ഛന്. സന്തോ നമ്മുടെ കൂടെ ഡൽഹിയിൽ താമസിക്കും, ഒരു കുഴപ്പമില്ല. യഹ പ്രസംഗ് കിസ് रचना का है? यह प्रसंग ओम प्रकाश वाल्मीकि जी दलित लेखक उनकी रचना शव यात्रा का है. इस रचना का रचनाकार कौन है? ओम प्रकाश वाल्मीकि. तो ഇങ്ങനെ നോക്കിയേ ഈ പ്രസംഗ് കിസ് रचना का है രചനാകാരൻ്റെ പേര്. ഈ ഒരു ടേബിൾ നിങ്ങൾ പഠിച്ചു വെച്ചാൽ ഓതറിൻ്റെ പേരും ചാപ്റ്ററിൻ്റെ പേരും, പിന്നെ ചാപ്റ്റർ റീഡ് ചെയ്യുന്നവർക്ക് നാച്ചുറലി ഡയലോഗ്സ് മനസ്സിലാവും ഏത് ചാപ്റ്ററിൻ്റെ ആണ്. അപ്പം തന്നെ ഈ സെക്ഷൻ എയിൽ 30 മാർക്സ്
മാർക്സ് വളരെ സിമ്പിളായിട്ട് നിങ്ങളുടെ കയ്യിലിരിക്കും. 10th क्वेश्चन, उसे छोटे बच्चे अधिक प्रिय थे क्योंकि उनके साथ खेलने का अधिक अवकाश रहता था. यह प्रसंग किस रचना से उद्धृत है? यहाँ छोटे बच्चों के साथ कौन खेलता है? सोना हिरनी. इसलिए उसे छोटे बच्चे अधिक प्रिय थे. सोना हिरनी को छोटे बच्चे अधिक प्रिय थे क्योंकि उनके साथ खेलने का अधिक अवकाश रहता था. When you write the answer, you can rewrite the question itself. അങ്ങനെ കുറച്ച് ഇമേജ് ക്രിയേറ്റ് ചെയ്യാം. ലൈക്ക് सोना हिरनी को छोटे बच्चे अधिक प्रिय थे क्योंकि उनके साथ खेलने का अधिक अवकाश रहता था. और किसको छोटे बच्चे, यह प्रसंग किस रचना से उद्धृत है? यह महादेवी वर्मा जी की रेखा चित्र सोना हिरनी से उद्धृत है. नेक्स्ट 5 क्वेश्चंस आर फ्रॉम सकुबाई नाटक. आई फील 11th क्वेश्चन, सकुबाई नाटक का रचनाकार कौन है? सकुबाई के पति का क्या नाम है? सकुबाई नाटक का रचनाकार नादरा सहीर बब्बर है और सकुबाई के पति का नाम क्या है? पति का नाम यशवंत घाघ है. ओके. 12th क्वेश्चन, साइली कौन है? साइली को साइली नाम क्यों रखा गया? तो साइली कौन है? शकुंतला अथवा सकुबाई की बेटी है. उसे साइली नाम क्यों रखा गया? शकुंतला साईं बाबा की बड़ी भक्त थी और साईं बाबा के पुण्यतिथि गुरुवार को साइली का जन्म हुआ था. तो इसलिए साईं बाबा के प्रति श्रद्धा अर्पित करते हुए अपनी बेटी का नाम उन्होंने साइली रखा. 13th क्वेश्चन, हाँ तुम्हारे बाबा को एड्स हुआ है, अभी तुम दोनों को बहुत ध्यान रखना पड़ेगा. ये वाक्य किस रचना से उद्धृत है? ये वाक्य नादरा सहीर बब्बर जी की सकुबाई नामक नाटक से उद्धृत है. किसके बाबा को एड्स हुआ है? साइली के बाबा को एड्स हुआ है. दैट मीन्स यशवंत को एड्स हुआ है. शकुंतला के पति यशवंत और साइली के पिता यशवंत രണ്ടും सेम पर्सन ആണ്. 14th क्वेश्चन, सकुबाई की माँ छोटे मामा द्वारा हुए सकुबायत के बलात्कार की बात क्यों छुपा कर रखना चाहती है? छोटे मामा ने ही सकुबाई का बलात्कार किया था, तो उसकी माँ क्या कहती है कि किसी से ये मत कहना, वरना अगर कह देंगे तो क्या होगा? उसकी शादी नहीं होगी. एक तो बात यह है, उसकी और बदनामी होगी. दूसरी बात क्या है कि माँ के घर मामा ने ही बलात्कार किया है, किसी और ने नहीं. तो माँ के घर वाले और पिता के घर वाले दोनों में झगड़ा हो जाएगा, ससुराल वालों के बीच. तो इसलिए सकुबाई की माँ कहती है कि बलात्कार की बात को छुपा कर रखो. 15th क्वेश्चन, सकुबाई की माँ ने अपनी चांदी की पायल क्यों बेची थी? सकुबाई की माँ ने अपनी चांदी की पायल किस लिए बेची थी? क्योंकि वो अपने बेटे नितिन को पढ़ाना चाहती थी. नितिन के लिए स्कूल के जो खर्चे के लिए नए यूनिफॉर्म बस्ता वगैरह लेने के लिए उसने अपने चांदी के पायल बेचे थे. देखिए उसमें ठीक से कहा गया है कि सकुबाई को स्कूल जाने नहीं दिया जाता था क्योंकि वो लड़की है, लेकिन सकुबाई का जो भाई था नितिन, उसके लिए उसकी माँ ने अपने चांदी के पायल तक बेच दिए. सो वी विल मूव ऑन टू सेक्शन बी. हियर you have to write short answer questions. Each question carries 6 marks. അപ്പോൾ പണ്ടത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 5 മാർക്സ് ആയിരുന്നു, അതിപ്പോൾ 6 മാർക്സ് ആയി. ബാക്കി പാറ്റേണിൽ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. അറ്റ്ലീസ്റ്റ് യു ഹാവ് ടു ആൻസർ 5 ക്വസ്റ്റ്യൻസ്. ദാറ്റ് മീൻസ് ദേ ആർ ഗിവിങ് 8 ക്വസ്റ്റ്യൻസ്, യു ഹാവ് ടു ആൻസർ 5 ക്വസ്റ്റ്യൻസ്. ഇവിടെ എൻ്റെ ഒരു പേഴ്സണൽ സജഷൻ, നിങ്ങൾ 5ൽ കൂടുതൽ എഴുതി വെറുതെ സമയം വേസ്റ്റ് ചെയ്യണ്ട. ബിക്കോസ് യു ഹാവ് ടു സ്റ്റോർ യുവർ എനർജി ടു റൈറ്റ് ദി എസ്സേ പ്രോപ്പർലി. ഓക്കെ, സോ ഈ ഒരു 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾ പോയിൻ്റ് ഔട്ട് ചെയ്യുക ആദ്യമേ. പരീക്ഷ എഴുതുന്നതിന് മുമ്പേ ഏത് 5 എണ്ണമാണ് നിങ്ങൾ കംഫർട്ടബിൾ അത് നിങ്ങൾ പോയിൻ്റ് ഔട്ട് ചെയ്ത് അത് ഭംഗിക്ക് എഴുതുക. 6 മാർക്സ് ക്വസ്റ്റ്യൻസ് ആണ്, അത്യാവശ്യം നല്ലപോലെ എഴുതണം. അതുകൊണ്ട് ഇതിൽ ഇനിയും കൂടുതൽ എഴുതി സമയം വേസ്റ്റ് ചെയ്യേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ സെക്ഷൻ എയിൽ വെരി ഷോർട്ട് ആൻസേഴ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് അധികം അറ്റൻഡ് ചെയ്യാം, 10 കൂടുതൽ, ടു ബി ഓൺ ദ സേഫർ സൈഡ്. പക്ഷേ ഇവിടെ നിങ്ങൾ ആദ്യമേ പോയിൻ്റ് ഔട്ട് ചെയ്യുക 5 എണ്ണത്തിൽ നിങ്ങൾ ഏതാണ് എഴുതാൻ പോകുന്നത്, എന്നിട്ട് ഭംഗിക്ക് എഴുതുക. സോ 16th ക്വസ്റ്റ്യൻ, സദാചാർ കാ താബീസ് നിബന്ധ കാ ഉദ്ദേശ്യ സ്പഷ്ട കീജിയെ. അത് നമ്മൾ ആ നോട്ട്സിൽ തന്നതിൽ തന്നെ ഉണ്ട്. സദാചാർ കാ താബീസ് കാ വ്യംഗ്യ സംജായി. ആ വ്യംഗ്യ നമ്മളെ മനസ്സിലാക്കുന്നത് തന്നെയാണ് കഥയുടെ ഉദ്ദേശ്യവും. എന്താണ് അതിൽ പറയുന്നത്? समाज की कमज़ोरियों और विसंगतियों की ओर हमारा ध्यान आकर्षित करना उनका प्रमुख लक्ष्य अथवा उद्देश्य रहा है. अदानी कथेड़ा उद्देश्य. यहाँ इस रचना में समाज में व्याप्त भ्रष्टाचार की ओर वे हमारा ध्यान आकर्षित करते हैं.
जहाँ घूस और ठेके के रूप में वह व्याप्त है. घൂസ് കൈക്കൂലി, ठേക കോൺട്രാക്ട്. ഈ രൂപത്തിലാണ് ഇത് ഇവിടെ സമൂഹത്തിൽ അഴിമതി നിറഞ്ഞിരിക്കുന്നത്. घूस दिए बिना किसी भी दफ्तर से कोई भी काम निकलवाना नामुमकिन सा होने लगा था. ठेकेदार और उनको ठेका दिलाने वाले लोग मालामाल होते जा रहे थे. समाज की इसी बुराई की ओर एक कहानी के द्वारा व्यंग्यात्मक रूप से सदाचार का तावीज़ को प्रस्तुत किया गया है और यही लेखक का लक्ष्य उद्देश्य है. ओके. 17th क्वेश्चन, शव यात्रा कहानी के कल्लू का परिचय दीजिए. अगेन ഈ ക്വസ്റ്റ്യൻ നമ്മൾ നോട്ട്സിൽ ഡിസ്കസ് ചെയ്തതാണ്. कल्लने पट्टी പറയുകയാണെങ്കിൽ सुरजा का बेटा था कल्लन. वो कहानी का एक प्रमुख पात्र है. बचपन में ही करीब 10-12 साल की उम्र में ही वह गांव छोड़कर भाग गया था. फिर काफ़ी भटकने के बाद उसे रेलवे में नौकरी मिल गई. अदक्का പറയണം. പിന്നെ वह गांव कभी कभी आता था क्योंकि वह उनकी मानसिकता को जानता था. किनकी मानसिकता? गांव वालों की. अपने परिवार के प्रति कर्तव्यों को वह अच्छी तरह निभाता था. ഇതെടുത്ത് പറയണം. കല്ലൻ വീട്ടിൽ നിന്ന് പണ്ടേ ഇറങ്ങിപ്പോയതാണെങ്കിലും കുടുംബത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു. अपनी बहन संतो के विवाह का सारा खर्च उसी ने निभाया था. പെങ്ങളെ വിവാഹം കഴിച്ചറിപ്പിക്കാനുള്ള എല്ലാ ചെലവും കല്ലനാണ് ചെയ്തത്. और न चाहते हुए भी अपने पिता की इच्छा पूर्ति के लिए പക്കാ മക്കാൻ बनवाने की सोचता है. കല്ലന് അല്പസ്വല്പം സമ്പാദ്യമുള്ളത് ഈ ഇഷ്ടമില്ലാത്ത ഗ്രാമത്തിൽ ചെലവഴിക്കാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. പക്ഷേ അച്ഛൻ്റെ ആഗ്രഹം മാനിച്ചാണ് കല്ലൻ അത് ചെയ്തത്. അത് കല്ലൻ്റെ ഒരു വ്യക്തിത്വത്തിൻ്റെ ഒരു യുവാക്കൾ പൊതുവെ ചിന്തിക്കാത്ത ഒരു കാര്യമാണ്. अंत में उसे क्या होता है ट्रेजेडी? अपनी बेटी सलोनी को ही वो खो बैठता है. അങ്ങനെ उसके मन में दलितों के प्रति गहरी वितृष्णा जाग उठती है. वितृष्ണ എന്ന് വെച്ചാൽ വല്ലാത്തൊരു വെറുപ്പ്. ഓക്കെ, ഇതൊക്കെയാണ് കല്ലൻ്റെ ചരിത്രഗത് വിശേഷताएं. 18th क्वेश्चन, पठित रेखा चित्र के आधार पर जीव जंतुओं के प्रति महादेवी की गहरी आत्मीयता का उल्लेख कीजिए. പഠിത് രേഖാചിത്ര, നിങ്ങൾ ഏത് രേഖാചിത്രമാണ് പഠിച്ചത്? സോനാഹിർണി. അതിനെ ബേസ് ചെയ്ത് ജീവ് ജന്തുओं के प्रति മഹാദേവി की ഗഹരി ആത്മീയത का ഉല്ലേഖ കീജിയെ. മഹാദേവി വർമ്മയ്ക്ക് ഈ മൃഗങ്ങളോട് വളരെയധികം ഡീപ്പ്, വെറുതെ ഒരു കാണിക്കാനുള്ള ഷോ അല്ല പെറ്റ് ആനിമൽസിനോട്, പക്ഷേ മൃഗങ്ങളോട് വളരെ സ്നേഹം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ആ സോനാഹിർണിയിൽ ഒരുപാടെടുത്ത് വ്യക്തമാണ് അല്ലേ. സുസ്മിതയുടെ കത്ത് വന്നപ്പോൾ തന്നെ അത് നോ പറയാൻ പറ്റാത്തൊരു മനസ്സാണ് മഹാദേവിക്ക്. പണ്ട് സോനാഹിർണിയെ വളർത്തി ഒരു ട്രാജഡി ഉണ്ടായെങ്കിലും അവസാനം ആ രേഖാചിത്രത്തിൽ പറയുന്നത് എന്തുവാ? എൻഡിങ്ങിൽ എൻ്റെ തീരുമാനം മാറ്റാൻ ഞാൻ തീരുമാനിച്ചു. സുസ്മിതയുടെ കത്ത് വന്നപ്പോൾ ആ മാന്യം സ്വീകരിക്കാൻ തീരുമാനിച്ചു. പിന്നെ ഈ സോനാഹിർണിയിൽ തന്നെ വളരെ ചെറുതായിരുന്നപ്പം തന്നെ ഫീഡിംഗ് ബോട്ടിൽ കഷ്ടപ്പെട്ടാണ് ഫീഡ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ബദ്രിനാഥ് യാത്രയിൽ പോയപ്പം ഫ്ലോറയെ കൂടെ കൊണ്ടുപോവുക, ഇതൊക്കെ മൃഗങ്ങളോടുള്ള ഒരു ആത്മീയതയാണ്. സോനാഹിർണി അതിൻ്റെ സ്നേഹപ്രകടനം നടത്തുന്നതെല്ലാം അനുവദിച്ചു കൊടുക്കുക, തലയുടെ മുകളിൽ കൂടെ ചാടുന്നത്, പിന്നെ കൂടെ റൂമിൽ വന്ന് കട്ടിലിനടുത്ത് കിടക്കുന്നത്, അപ്പോൾ ഇതെല്ലാം മൃഗങ്ങളോടുള്ളൊരു ആത്മീയതയാണ്. അത് എഴുതുക. क्वेश्चन 19, नाखून क्यों बढ़ते हैं के द्वारा लेखक समाज को कौन सा संदेश देना चाहता है? नाखून क्यों बढ़ते हैं എന്ന ആ ചാപ്റ്ററിൽ ലേഖക് പറയുന്നുണ്ട്. നാഖൂൻ ഹിംസ, ലേഖക് എന്തുവാ പറയുന്നത്? ലേഖക് നാഖൂൻ को हिंसा का प्रतीक मानते हैं और मानव जाति को हिंसा से दूर रहने का ആഹ്വാൻ करते हैं. ഇതൊരു വയലൻസിൻ്റെ പ്രതീകമാണ് ഈ നഖം. പണ്ട് മനുഷ്യർ സ്വരക്ഷയ്ക്ക് വേണ്ടി നഖങ്ങൾ ഉപയോഗിച്ചിരുന്നു, പക്ഷേ ഇപ്പോഴും അത് മനുഷ്യന് ഒരു വയലൻ്റ് ആവുന്നതിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് കാണുന്നത്. അസ്ത്രശസ്ത്രക്കോ ബഡ്നെ ദേന മനുഷ്യക്ക് പശുതാക്കി നിശാനി ഹെ. ഈ യുദ്ധങ്ങൾ, രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടത്തുന്നതും ആയുധങ്ങൾക്ക് ഒരുപാട് പൈസ ചിലവാക്കുന്നതും ഒരുപാട് ഫണ്ടിങ് കൊടുക്കുന്നതും ഇതെല്ലാം മനുഷ്യൻ്റെ പശുതാക്കി നിശാനി ഹെ. उसे चाहिए कि अपने को संयत रखे, कंट्रोल വെക്കുക. और मन में घृणा की जो प्रवृत्ति है उसे अपने संयम में, മനസ്സിലുള്ള ആ വെറുപ്പ് അത് കൺട്രോളിൽ വെക്കുക. क्योंकि मानव की चरितार्थता प्रेम में है, മൈത്രി മേ ഹെ, ത്യാഗ് മേ ഹെ. മനുഷ്യൻ്റെ ആ ഒരു ചാരിതാർത്ഥ്യം എന്തിലാണ്? സ്നേഹത്തിൽ, ത്യാഗത്തിൽ, ഫ്രണ്ട്ഷിപ്പിൽ. ഇതൊക്കെയാണ് മനുഷ്യന് വേണ്ടത്. ഓർ സബ്കെ മംഗൾ കെ ലിയെ നിശേഷ് ഭാവ് സെ ദേ ദേനെ മേ ഹെ. എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി സ്വയം
ഇല്ലാതാകുക, അതാണ് മനുഷ്യൻ ചെയ്യേണ്ടത്. ഗാന്ധിജി ഓർ ഗൗതം ബുദ്ധ് ഉസി കി ഓർ ഇഷാര കർ ഗയെ. അപ്പം ഇതൊക്കെയാണ് ലേഖക് ആ ഒരു എസ്സേയിൽ പറയുന്നത്. ഇതൊക്കെയാണ് ലേഖക് സമാജിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം ആ ഒരു എസ്സേയിലൂടെ. नेक्स्ट क्वेश्चन इज फ्रॉम सकुबाई. 20th क्वेश्चन, सकुबाई नाटक के उद्देश्य की विवेचना कीजिए. सकुबाई नाटक का उद्देश्य क्या है कि हमारे मन में ये जो काम वाली औरतें हैं उनके प्रति एक ममता का भाव जागे. അതാണ് ആ നാടകത്തിൻ്റെ മെയിൻ ഉദ്ദേശം. നമ്മുടെ മനസ്സിൽ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന സ്ത്രീകളോട് ഒരു ദയാമായ മമത തോന്നുക. കാരണം നമുക്ക് പൊതുവേ നമ്മുടെ വീട്ടിൽ എത്ര കാലം ജോലിക്ക് നിൽക്കുന്നവരായാലും 2-3 ദിവസം അടുപ്പിച്ച് പറയാതെ എങ്ങാണ് അവർ ലീവ് എടുത്താൽ നമുക്ക് അവരോട് വളരെ ദേഷ്യം വരികയും പെട്ടെന്ന് അവരെ അങ്ങ് പിരിച്ചുവിടാനുള്ളൊരു മാനസികാവസ്ഥ വരികയും ചെയ്യും. അപ്പോൾ അത് പാടില്ല, അവരും മനുഷ്യരാണ്. അപ്പോൾ അതിൽ പല പല എപ്പിസോഡിലായിട്ട് പല പല ഇൻസിഡൻ്റായിട്ട് അതിൽ പറയുന്നുണ്ട് അല്ലേ. മഴക്കാലമായപ്പോൾ സക്കുബായുടെ കുടിലിൽ വെള്ളം കയറുന്ന മകൾ ഒറ്റയ്ക്കേ ഉള്ളൂ. ഇവിടെ ജോലി ചെയ്യുന്ന വീട്ടിൽ ജോലി ഒന്നും ഇല്ലെങ്കിലും അല്പം നേരത്തെ പോകാൻ അനുവദിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന ഡൊമസ്റ്റിക് ഹെൽപ്സിനോട് ചെയ്യാതിരിക്കുക. അതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ സന്ദേശം. പിന്നീട് യശ്വന്തിന് എയ്ഡ്സ് വരുന്നതും അവരുടെ അറിവില്ലായ്മയാണ്, ഈ സെക്സ് എഡ്യൂക്കേഷൻ്റെ കുറവ് കാരണം. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി അതിന് വേണ്ട കാര്യങ്ങൾ നമ്മളും അറിവുള്ളവരും വിദ്യാഭ്യാസം ഉള്ളവരും അതിനുള്ള ഒരു സ്റ്റെപ്പ് മുന്നോട്ടെടുക്കണം. ഈ വീട്ടു ജോലിക്ക് നിൽക്കുന്നവർക്കും ഈ ട്രക്ക് ഡ്രൈവേഴ്സിനും അവർക്കൊക്കെ ഒന്ന് എഡ്യൂക്കേറ്റ് ചെയ്യാനും ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. ഇതൊക്കെയാണ് ആ നാടകത്തിൻ്റെ മെയിൻ ഉദ്ദേശ്യം. 21st क्वेश्चन, हरी बिंदी की नायिका की मानसिकता की समीक्षा कीजिए. ഹരി ബിന്ദി കി നായിക കി മാനസികത അതിലൊരു മോസ്റ്റ് ആപ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കാരണം സ്ത്രീപക്ഷ कहानियानद. हरी बिंदी कहानी की नायिका आज की आधुनिक नारी का प्रतिनिधित्व करती है. प्रतिनिधित्व करना मीन्स टू रिप्रेजेंट. वो अपने दाम्पत्य जीवन के घुटन से परेशान है. उसके दाम्पत्य जीवन में उसे घटन का अनुभव होता है. दाम्पत्य जीवन അവക്കൊരു സഫോക്കേഷൻ ആണ്. अपनी इच्छा से सुकून से अपने मनचाहे ढंग से वो जीना चाहती है. नारी मन की मानसिकता ही स्पष्ट रूप से नायिका की मानसिकता में झलकता है. आधुनिक नारी की मानसिकता जो अपनी इच्छा से जीना चाहती है. പിന്നെ ഈ സെൻറ്റൻസാണ് ഏറ്റവും പ്രധാനം ഇതിൽ. उसका सारा असंतोष इस बात को लेकर है कि मनुष्य के रूप में जो स्वातंत्र्य और अधिकार पुरुषों के लिए सहज ही मान्य है वो स्त्रियों के लिए क्यों नहीं. പുരുഷന്മാർക്ക് അധികാരങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് ഗ്രാൻറ്റഡ് ആയിട്ട് കിട്ടുന്നു. സ്ത്രീകൾക്ക് എന്തുകൊണ്ട് അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യേണ്ടി വരുന്നു. ഉസ് സ്വാതന്ത്ര്യ സേ മാത്ര സ്ത്രീ ഹി വഞ്ചിത് ക്യോം. അപ്പോൾ ഇതൊക്കെയാണ് हरी बिंदी नायिका की मानसिकता. संक्षेप में कहें तो स्त्री भी पुरुष की तरह ही जीवन को मनचाहे ढंग से जीने की हकदार है. ओके, या फिर कहें जीवन को मनचाहे ढंग से जीने की ललक स्त्री के भीतर भी उतनी ही है जितनी पुरुष में. പുരുഷന് സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന പോലെ തന്നെ സ്ത്രീകൾക്കും സ്വാതന്ത്ര്യ ആഗ്രഹമുണ്ട് എന്നതാണ് ഇതിൻ്റെ ഈ നായികയുടെ മാനസികത. 22nd क्वेश्चन, सकुबाई को अपने जीवन में कौन कौन सी कठिनाइयों का सामना करना पड़ता है. അപ്പോൾ അതിൽ സക്കുബായിയുടെ ജീവിതത്തിൽ കഠിനായിയാൻ തന്നെയാണ് ഉള്ളത്. തുടക്കം മുതൽ ബാല്യം മുതൽ എഴുതണം. ബച്പൻ മേ ഹി ഉൻഹെ ഉൻകെ പരിവാർ കോ അലഗ് ഹോനാ പടാ. അത് തന്നെ ഒരു വലിയ കഠിനായിയാണ്. ഒരു കുട്ടിയെ സംബന്ധിച്ച് ഗാവ് ഛോഡ്നാ പടാ ബച്പൻ മേ ഹി. പിതാ ഏക് ജഗ മാതാ ഏക് ജഗ. അത് തന്നെ ആ കുടുംബത്തിൻ്റെ ട്രാജഡിയുടെ തുടക്കമാണ്. അതിനുശേഷം മാമാ ദ്വാര ബലാത്കാർ ഹോന, അത് വലിയൊരു കഠിനായിയായിരുന്നു. പിന്നെ മാ കെ സാത്ത് ബഹോത് സെ ഘരോ മേ കാം കെ ലിയെ ദിൻ രാത് ജാന. ചെറിയ പ്രായത്തിൽ സ്കൂളിൽ പോകാതെ ഇങ്ങനെ വീട്ടുജോലിക്ക് നടക്കുന്നത് തന്നെ ഒരു വലിയ കഠിനായിയായിരുന്നു. അതിനുശേഷം ഉസ്കെ വിവാഹ കെ ബാദ് ജബ് ഉസെ പതാ ചലതാ ഹൈ കി ഉസ്കെ പതി കോ കിസി ഓർ സ്ത്രീ സെ ലഗാവ് ഹൈ. അതൊരു വലിയ ട്രാജഡിയാണ്. എല്ലാം കഴിഞ്ഞപ്പം എന്താണ്, പതി കോ എയ്ഡ്സ് ഹൈ, वो उससे भी बड़ा ट्रेजेडी है. तो सकुबाई का जीवन फुल ऑफ कठिनाइयाँ അതിൽ എഴുതുക. 23rd क्वेश्चन, शव यात्रा में कहानीकार ने दलितों के आंतरिक भेदभाव का कैसा चित्रण प्रस्तुत किया है. देखो, ശവയാത്ര കഹാനിക്കാർ ഓം പ്രകാശ് വാൽമീകി ഒരു ദളിത് റൈറ്ററായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് വീഡിയോസിൽ. 1960s ദളിത് റൈറ്റിങ്സ് പ്രത്യക്ഷമായിട്ട് കണ്ടു തുടങ്ങിയ ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ ആ സമയത്ത് എല്ലാവരും ദളിത് റൈറ്റേഴ്സ് എല്ലാം ദളിതർക്ക് ഉണ്ടാവുന്ന അനുഭവങ്ങൾ, അതുമെല്ലാം ദുരനുഭവങ്ങളാണ് കൂടുതലും. അതെല്ലാം ആത്മകഥകളിലൂടെയും കഥകളിലൂടെയൊക്കെ ഇങ്ങനെ പബ്ലിഷ് ചെയ്യുന്ന സമയമായിരുന്നു.
അപ്പോൾ അതിൽ നിന്ന് വേറിട്ട് ഓം പ്രകാശ് വാൽമീകി സ്വയം ആത്മകഥ എഴുതിയിട്ടുണ്ട്. പക്ഷേ പിന്നീട് അദ്ദേഹം തന്നെ ഈ ദളിതരുടെ ഇടയിലും ഇങ്ങനെ തൊട്ടുകൂടായ്മ ഉണ്ടെന്നുള്ള ഒരു വെളിപ്പെടുത്തലാണ് ഈ കഥയിലൂടെ നടത്തിയത്. അത് ഈ കഥയുടെ ഹൈലൈറ്റാണ്. कि दलितों में भी दलित है, चमार दलित है स्वयं, और चमार स्वयं बल्हार को अछूत मानते हैं. ബൽഹാറിൻ്റെ വീട്ടിൽ പോകത്തില്ല, ബൽഹാറിന് കാളവണ്ടി കൊടുക്കത്തില്ല, ബൽഹാറിൻ്റെ ശവയാത്രയ്ക്ക് പങ്കെടുക്കത്തില്ല, ബൽഹാറിൻ്റെ കുട്ടിക്ക് രോഗമാണെങ്കിൽ ചികിത്സിക്കത്തില്ല. ഇങ്ങനെ ഇവർ തമ്മിലൊരു ഡിസ്ക്രിമിനേഷനുണ്ട്. അപ്പോൾ എങ്ങനെ ഒരു സമൂഹം നന്നാവും? സ്വയം താഴ്ന്ന ജാതിയാണ്, പിന്നെ അവർ തന്നെ മറ്റുള്ളവരെയൊക്കെ സുപ്പീരിയറായിട്ട് സ്വയം കരുതുന്നു ബൽഹാറിനേക്കാളും. അപ്പോൾ ഈ ഒരു ചിന്താഗതി, ഈ भेदभाव का चित्रण ओम प्रकाश वाल्मीकि जी ने अपनी कहानी शव यात्रा के द्वारा किया है. So you have to write only 5 questions. Keep in mind 5 questions, 6 marks each. That means you have to write pretty much and it will fetch you 30 marks. Now section C, you have to answer any 2 questions. Each question carries 10 marks. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ഒരു എസ്സേ സക്കുബായിൽ നിന്നും 3 എണ്ണം ഗദ്യത്താരയിൽ നിന്നുമാണ്. സോ ഗദ്യത്താര ഒരു എസ്സേ വേണമെങ്കിൽ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. ബാക്കി 4 എണ്ണം തറവായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് സുഖമായിട്ട് 2 എസ്സേയും എഴുതാം. പ്രൊവൈഡഡ് ഒരെണ്ണം അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ ബാക്കി 4 എണ്ണം തറവായിട്ട് പഠിക്കണം. तो 24th क्वेश्चन, सकुबाई हमें अपने घरों में काम करने वालों के जीवन में झांकने का मौका देती है. इस कथन की सार्थकता पर विचार की. सार्थकता मीन्स सार्थक होना मीन्स मीनिंगफुल होना. सकुबाई हमें अपने घरों में काम करने वालों के जीवन में झांकने का. जीवन में झांकना ജീവിതത്തിൽ ഒളിച്ചു നോക്കുക, എത്തി നോക്കുക. ഈ ജോലിക്കാരികളുടെ വീട്ടുജോലിക്കാരികളുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കാനുള്ള ഒരു അവസരമാണ് ഈ നാടകം തീർച്ചയായിട്ടും. കാരണം നമ്മൾ പൊതുവെ അവോയ്ഡ് ചെയ്യുന്ന ഒരു കാറ്റഗറിയാണ് ഈ ഡൊമസ്റ്റിക് ഹെൽപ്പ്. വീട്ടുജോലിക്ക് വരുന്ന നമുക്ക് വേണ്ടി വളരെ ഹെൽപ്പ് ചെയ്യുന്നവരാണെങ്കിലും നമ്മൾ അവരുടെ ജീവിതം അന്വേഷിക്കാറില്ല, അവരുടെ സുഖദുഃഖങ്ങൾ അന്വേഷിക്കാറില്ല, അവരുടെ ജീവിത സാഹചര്യം നമ്മൾ മൈൻഡ് ചെയ്യാറില്ല. അപ്പോൾ ഈ സക്കുബായിയുടെ ജീവിതത്തിലൂടെ ഒരു ജോലിക്കാരിയെ നാദ്ര സഹീർ ബബ്ബർ തൻ്റെ നാടകത്തിലെ നായിക ആക്കിയത് തന്നെ അതിനാണ്. പണ്ടൊക്കെ നായികാ സങ്കല്പം, നായകൻ സങ്കല്പമൊക്കെ ഇതിൽ നാട്യശാസ്ത്രത്തിൽ പറയുന്നത് വളരെ ഉന്നത കുലജാതരായിരിക്കണം, പിന്നെ ഇങ്ങനെയൊക്കെ സൗന്ദര്യം ഉണ്ടായിരിക്കണം. അങ്ങനെ നായകനും നായികയ്ക്കും നാട്യശാസ്ത്രത്തിൽ ഒരുപാട് റൂൾസ് പറയുന്നുണ്ട്. മഹാകാവ്യങ്ങളിലൊക്കെ അങ്ങനെ ഉള്ളവർ മാത്രമേ നായകനും നായിക ആവുള്ളായിരുന്നു. പക്ഷേ പിന്നീടാണ് ഈ ഒരു താഴേക്കടയിലെ ഡൗൺ ട്രോഡൻ, ഈ ചവിട്ടി അമർത്തപ്പെട്ട സൈഡ് ലൈൻ ചെയ്യപ്പെട്ട സെക്സ് വർക്കേഴ്സ്, തൊഴിലാളികൾ, ഈ സെക്സ് വർക്കേഴ്സ്, വീട്ടുജോലിക്കാർ, ദളിതർ, അങ്ങനെ പാവപ്പെട്ടവർ, അടിച്ചമർത്തപ്പെട്ടവരും കഥകളിലെ നായകനാവുന്നത് പിന്നീടാണ്. അപ്പോൾ അങ്ങനെ ഒരു നായികയെ കൊണ്ടുവന്നതിൻ്റെ കാരണം എന്താണ്? താക്കി ഹം അപ്നെ ഘറോ മേ കാം കർനെ വാലോं के जीवन में झांक सके, ये हमारे लिए एक मौका है. നമ്മൾ അവരുടെ ജീവിതം അറിയുക. അപ്പോൾ നിങ്ങളിത് 10 മാർക്സ് എസ്സേ ആണെന്ന് ഓർക്കണം. അപ്പോൾ നിങ്ങളതിനെ വിശദമായിട്ട് തന്നെ എഴുതണം. സക്കുബായിയുടെ ജീവിതത്തിലെ ട്രാജഡി നമ്മളെ കാണിക്കുന്നത്, ഓരോ ട്രാജഡിയും കാണിച്ച് വേണേൽ എഴുതാം. പാവപ്പെട്ടവർ ഒരുമിച്ച് ജീവിക്കുന്ന, ഒരേ റൂമിൽ ഒരുപാട് പേര് തിങ്ങി നിറഞ്ഞ് ജീവിക്കുന്ന, അവിടെ ഇങ്ങനെ റേപ്പ് ഇൻസിഡൻറ്റ് നടക്കുന്ന, ഈ റേപ്പ് ഇൻസിഡൻറ്റ് മൂടി മറച്ച് വെക്കുന്ന, സമൂഹം അറിഞ്ഞാൽ ഒന്നുകൂടെ സ്ത്രീക്കാണ് ബദ്നാമി. അപ്പോൾ ഇങ്ങനെ ഇവരുടെ ലൈഫിൽ നടക്കുന്ന ഓരോരോ ട്രാജഡി. പിന്നെ ഓരോ ഫ്ലാറ്റിൽ ചെന്ന് ജോലി ചെയ്യുമ്പോൾ അവിടെ കാണുന്നതെല്ലാം ഈ കുട്ടി കണ്ട് അതിൻ്റെ കുട്ടിയുടെ മാനസിക വളർച്ച എന്നെ അത് ബാധിക്കുന്നു. റൂങ്ട സാഹബിൻ്റെ ഇഷ്യൂ ഒക്കെ അതിൽ പറയുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ എന്തൊക്കെ കാണുന്നോ, എന്തൊക്കെ ആ നാടകത്തിലുണ്ടോ, അത് നമ്മളെ എങ്ങനെയൊക്കെ ഒരു വീട്ടുജോലിക്കാരിയുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കാൻ സഹായിച്ചോ അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ലാംഗ്വേജിൽ എഴുതുക. അല്പസ്വല്പം തെറ്റിയാലും കുഴപ്പമില്ല. ഗ്രാമാറ്റിക്കൽ എററൊക്കെ ടീച്ചേഴ്സ് സഹിക്കും. ഞങ്ങൾ പേപ്പർ വാല്യൂ ചെയ്യുമ്പം ഞങ്ങൾ അതൊന്നും അല്ല നോക്കാറുള്ളത്. ഓക്കെ, ഞങ്ങൾ മാറ്ററാണ് നോക്കാറുള്ളത്. ഞങ്ങൾ നോക്കാറുള്ളത് ആ കുട്ടിക്ക് കാര്യം അറിയുമോ എന്നാണ് നോക്കാറുള്ളത്. സോ ധൈര്യമായിട്ട് എഴുതുക, മാക്സിമം എഴുതുക. 2.5 മണിക്കൂർ ആ മാക്സിമം ടൈം യൂട്ടിലൈസ് ചെയ്ത് എഴുതുക, 1 മിനിറ്റ് പോലും കളയാതെ. 25th क्वेश्चन, नाखून क्यों बढ़ते हैं, निबंध में अभिव्यक्त विचारों का उल्लेख कीजिए. അത് ഞാൻ എസ്സേയിൽ തന്നിട്ടുണ്ട്. യു ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്. ഞാൻ ഇനി റിപ്പീറ്റ് ചെയ്ത് ഞാൻ ക്ഷീണിക്കുന്നില്ല.
शव यात्रा कहानी की समीक्षा कीजिए, അതും നമ്മുടെ നോട്ട്സിലുണ്ട്. നാരി വിമർശ് के परिप्रेक्ष्य में हरी बिंदी कहानी की विवेचना कीजिए. ഇത് മൂന്നും നമ്മുടെ നോട്ട്സിൽ ഓൾറെഡി ഉണ്ട്. സക്കുബായുടെ നോട്ട്സ് തരാത്തതുകൊണ്ടാണ് ഞാൻ അത്രയും പറഞ്ഞത്. നോട്ട്സിൻ്റെ വീഡിയോ നിങ്ങൾ ഷുവറായിട്ട് കാണുക. അത് തന്നെ ഞാൻ 2 രീതിയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് അതിൻ്റെ എക്സ്പ്ലനേഷൻ എൻ്റെ വോയിസോട് കൂടി, ഒന്ന് നിങ്ങൾക്ക് ശാന്തമായിട്ട് വായിക്കാൻ. അത് കാണാത്തവർ ദയവ് ചെയ്ത് അത് നോക്കുക. ഓക്കെ, സോ ഇത്രയും മതി. ആവശ്യത്തിൽ കൂടുതലായി നിങ്ങൾക്ക് സപ്പോർട്ട്. എനിക്ക് തോന്നുന്നു നേരിട്ട് ക്ലാസ്സസിൽ ഞാൻ വന്നെടുക്കുന്നതിനേക്കാളും സപ്പോർട്ട് ഇപ്പോൾ ഓൺലൈനായിട്ട് കിട്ടി. വീഡിയോസ് ക്ലാസ്സസ് ഉണ്ട്, വിശദമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ 2 വർഷത്തെ ആയി. പിന്നെ നോട്ട്സ് ഉണ്ട്, പിന്നെ നോട്ട്സ് വിത്ത് എക്സ്പ്ലനേഷൻ ഉണ്ട്. ഇത്രയൊക്കെ ആയാൽ പിന്നെ നിങ്ങൾക്ക് സുഖമായിട്ട് ഹൈ മാർക്സും ഹിന്ദിക്ക് മേടിക്കാം. ഓക്കെ, സോ ബെസ്റ്റ് ഓഫ് ലക്ക്. സയൻസ് കുട്ടികളാണ്, BA BSc ലിറ്ററേച്ചർ ആൻഡ് സയൻസ് കുട്ടികളാണ്. ഭാവിയിൽ ഒരു റെസ്യൂമേ ആയിട്ട് ഒരു ജോലിക്ക് ഓപ്പർച്യൂണിറ്റിക്ക് പോകുമ്പം when they see that you have taken Hindi as your second language, that will be an advantage for you, I am sure. ലാംഗ്വേജിൻ്റെ പൊളിറ്റിക്സ് വളരെ പവർഫുള്ളാണ്. നാഷണൽ കമ്പനീസൊക്കെ ഹിന്ദി പഠിച്ച കുട്ടിയാണ്, അതും ഇത്രയും മാർക്ക് മേടിച്ച കുട്ടിയാണെന്ന് പറയുമ്പോൾ ഹിന്ദി അറിയാവുന്ന ആളെന്ന് പറയുമ്പോൾ അപ്ന ആദ്മി ഹെ, അങ്ങനെയാണ് അവർ വിചാരിക്കുന്നത്. സോ ദാറ്റ് വിൽ ഷുവർലി ബി എ അഡ്വാൻറ്റേജ്. നിങ്ങളുടെ ഒരു റെസ്യൂമേയിൽ നിങ്ങൾ ഹിന്ദി അറിയുന്നൊരു വ്യക്തിയാണെന്നുള്ളത് തന്നെ നിങ്ങൾക്കൊരു വലിയ അഡ്വാൻറ്റേജ് ആയിരിക്കും. സോ ഹിന്ദിനെ ലൈറ്റായിട്ട് എടുക്കരുത്. അല്പം എഫേർട്ട് ഇട്ടാൽ മറ്റ് സബ്ജക്ട്സിനേക്കാളും നല്ല പോലെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ്. സോ ബെസ്റ്റ് ഓഫ് ലക്ക്. After your exams, do come back to my channel and give your valuable comments whether my efforts were useful or not, and your suggestions also. എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടോ? ആക്ച്വലി ഈ നോട്ട്സ് ഞാനൊരു വെബ്സൈറ്റ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ വെബ്സൈറ്റ് തുടങ്ങിയാണെങ്കിൽ നോട്ട്സ് നിങ്ങൾക്ക് PDF പ്രിൻറ്റ് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. ഐ എം പ്ലാനിങ് ഫോർ ദാറ്റ്. പക്ഷേ June 1 കോളേജ് തുറക്കുവാണ്. സോ ഐ വിൽ ബി ബിസി വിത്ത് മൈ കോളേജ് സ്റ്റുഡൻസ്. അതുകൊണ്ട് എത്രമാത്രം എനിക്ക് ടൈം കിട്ടുമെന്ന് അറിഞ്ഞുകൂടാ. എനിവേ ഇറ്റ് ഈസ് ഇൻ മൈ മൈൻഡ്. അടുത്ത സെമ്മിൽ നിങ്ങൾ നോട്ട്സ് നിങ്ങൾക്ക് വെബ്സൈറ്റിലൂടെ കിട്ടണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക്.
ഹലോ, എ വെരി വോം വെൽക്കം. നമ്മളിന്ന് ഫൈനലി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെം BA BSc കുട്ടികളുടെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും വീഡിയോസ് കംപ്ലീറ്റ് ചെയ്തു, ക്വസ്റ്റൻ ആൻസർ ഡിസ്കഷൻ കംപ്ലീറ്റ് ചെയ്തു. സോ ഫൈനലി ഈ നോട്ട്സ് കംപ്ലീറ്റ് ആയിട്ട് കമ്പൈൽ ചെയ്ത് ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാണ്, വോയിസ് ഓവർ ഇല്ലാതെ, സോ ദാറ്റ് യു ക്യാൻ ലേൺ ദീസ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് വിത്ത് പീസ് ഓഫ് മൈൻഡ്. എൻ്റെ വോയിസിൻ്റെ ഡിസ്റ്റർബൻസ് ഇല്ലാതെ നിങ്ങൾക്ക് സമാധാനമായിട്ട് നിങ്ങളുടെ ടൈം എടുത്ത് ഈ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ലേൺ ചെയ്യാം. ഓക്കെ, ഗദ്യതാര എന്ന നിങ്ങളുടെ ഈ ടെക്സ്റ്റിൽ 5 ചാപ്റ്റേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഹരി ബിന്ദി മൃദുല ഗർഗിൻ്റെ ശവ് യാത്ര ഓം പ്രകാശ് വാൽമീകി, നാഖൂൻ ക്യോं बढ़ते हैं ഹസാരി പ്രസാദ് ദ്വിവേദി, സോന ഹിർണി ബൈ മഹാദേവി വർമ്മ ആൻഡ് സദാചാർ കാ താവീസ് ബൈ ഹരിശങ്കർ പർസായി. ഈ 5 ചാപ്റ്റേഴ്സിൻ്റെയും വീഡിയോസ് ക്ലാസ്സസ് ചാനലിൽ അപ്ലോഡഡ് ആണ്. അത് നിങ്ങൾ കണ്ടിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ടെക്സ്റ്റ് ഭംഗിയായിട്ട് വായിക്കുക, പിന്നീട് ഈ നോട്ട്സും സ്റ്റഡി ചെയ്താൽ യു ആർ പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. വളരെ കൂളായിട്ട് എക്സാം എഴുതുക, നീറ്റായിട്ട് എഴുതുക, മാക്സിമം ആ ക്വസ്റ്റ്യൻസിനെ ഭംഗിയായിട്ട് അറ്റൻഡ് ചെയ്യുക ഇൻ യുവർ ഓൺ ജെന്യുവൻ വേർഡ്സ്. അല്പം സ്വല്പം മിസ്റ്റേക്സ് വന്നാലും, നമ്മുടെ ലാംഗ്വേജ് അല്ല, ഓക്കെ, നമ്മുടെ മദർ ടങ് അല്ല ഹിന്ദി, ബട്ട് ഇറ്റ് ഈസ് എ വെരി സ്വീറ്റ് ആൻഡ് സിമ്പിൾ ലാംഗ്വേജ്. നിങ്ങൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്, ചാപ്റ്റേഴ്സ് എല്ലാം റീഡ് ചെയ്തിട്ടുണ്ട്. സോ യു ആർ ഫൈനലി പ്രിപ്പയർഡ് ഫോർ ദി എക്സാംസ്. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക്. ആൻഡ് ആഫ്റ്റർ യുവർ എക്സാംസ് ഡു കം ബാക്ക് ടു ദ ചാനൽ ആൻഡ് കമൻറ്റ് വെദർ my efforts were useful or not. Okay, best of luck.